പെട്രോളിന്റെ പൈസ പിന്നെയും കൂടിയോ? എടാ ഇങ്ങനെയാണെങ്കിൽ എന്റെ വണ്ടി എടുക്കാനുള്ള പ്ലാൻ ഒന്നും നടക്കില്ല. ദയവരുന്നു നമ്മളെ പെട്രോൾ പൈസ ലാഭിക്കാൻ വേണ്ടിട്ട് ഇലക്ട്രിക് കാറുമായി നടക്കുന്നവൻ. നീ ഇവനെ കണ്ടുപടി. എന്നിട്ട് ഇതുപോലെ ഒരു വണ്ടി ഇവിടെ ഒന്നും വണ്ടി ചർച്ചയാണോ? ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഒക്കെ നല്ലതാ. പക്ഷെ ഈ ഇലക്ട്രിക് വെഹിക്കിളിന്റെ വാറന്റി പീരീഡ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പണി കിട്ടിയാ ബാറ്ററി മാറ്റാന്നല്ലാതെ വേറൊരു വഴിയില്ല. പുതിയ ബാറ്ററിക്ക് വണ്ടി വാങ്ങിയതിന്റെ പകുതിയും കൂടുതൽ പൈസയോ. എടി ഒന്നും നോക്കാതെ ഞാൻ ഒരു വണ്ടി എടുക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഈ കാർ വാങ്ങിയപ്പോഴും ഇത് ആലോചിച്ചതാ. അപ്പോഴാണ് എനിക്കൊരു കിടിലൻ സാധനം കിട്ടിയത്. അതത് വോൾട്ട് എർത്ത് പ്രോ, ഇന്ത്യസ് ലാർജസ്റ്റ് ചാർജിംഗ് നെറ്റ്വർക്ക്. ഇത് വെച്ച് സ്കൂട്ടറിയും ഓട്ടോയും ഇലക്ട്രിക് കാർസും വരെ ചാർജ് ചെയ്യാം. ഇതിന് പല ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, പവർ സേജ് പ്രൊട്ടക്ഷൻ, ഓട്ടോ കട്ട് ഓഫ്, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബാറ്ററി ഹെൽത്ത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് വാറന്റി പീരീഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള ടെൻഷനും കുറയും. മാത്രമല്ല ഇതിന് മൊബൈൽ ആപ്പും ഉണ്ട്. എത്ര യൂണിറ്റ് ചാർജ് ചെയ്തതെന്നും ടൈമും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ചാർജ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അതിൽ കാണാം. അത്രയും പോരെ? കൊള്ളാലോ. അല്ല ഇത്രയുള്ള സ്ഥിതിക്ക് നല്ല റേറ്റ് ആയിരിക്കില്ലേ? എടി അത് അഫോർഡബിൾ ആണ്. പിന്നെ അവർ ഇപ്പോഴൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് ഉടനെ തന്നെ ഗ്രേ ബോയെ കണക്ട് ചെയ്തോ. ഇനി എന്തോ നോക്കാനാ? ഈ ധൈര്യമായിട്ട് ഇലക്ട്രിക് വണ്ടി ഓടിക്കാൻ